ഇത് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ കുറച്ച് കാര്യം പറയാം. അപ്പോൾ ആദ്യത്തെ കുറച്ച് സമയം വേണമെങ്കിൽ ഈ വീഡിയോൻ്റെ സ്കിപ്പ് ആക്കിക്കോ, കുഴപ്പമില്ല. വേറൊന്നുമല്ല, നിങ്ങളിപ്പോൾ കുറേയൊക്കെ ചെയ്തും അല്ലെങ്കിൽ എക്സാമിന് ഇങ്ങനെ വർക്ക് ചെയ്ത് തളർന്നിരിക്കുമായിരിക്കും. അപ്പോൾ ആക്ച്വലി ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഡൗട്ട് അടിച്ച് തുടങ്ങിയിട്ടുണ്ടാവും, ശരിയാവോ ഇല്ലയോ എന്നൊക്കെ ഡൗട്ട് അടിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ പറയാനുള്ള ഒന്നേ ഉള്ളൂ, ഈ ഒരു പ്രോസസ്സിൽ ബിലീവ് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് ഫ്രണ്ടിലോട്ട് പോവുക. ഓക്കെ, മോട്ടിവേഷൻ ആക്ച്വലി ടെമ്പററി ആണ്, നമ്മുടെ കൺസിസ്റ്റൻസി ആണ് പെർമനന്റ്. മോട്ടിവേഷൻ നിങ്ങളുടെ കാണുന്ന റീലൊക്കെ പോലെയാണ്, കുറച്ച് നേരത്തേക്ക് നിങ്ങൾക്ക് സന്തോഷം തരും, അത് പെർമനന്റ് അല്ല. സെയിം തന്നെ മോട്ടിവേഷൻ ടെമ്പററി ആണ്, കൺസിസ്റ്റൻസി ആണ് പെർമനന്റ്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു എന്ത് വേണം, ഫയർ വേണം. ഓക്കെ, ഇതിപ്പോ നിങ്ങൾ മാത്രമല്ല, എല്ലാ ഫീൽഡിലും ഇതേപോലെ തന്നെ വലിയ വലിയ ആൾക്കാർ വരെ ഈ ഒരു അവസ്ഥ നേരിടുന്നവരായിരിക്കും. ഞാൻ ഒരു 4 ആൾക്കാരുടെ പേര് പറയാം. ഒന്ന്, നിങ്ങളിപ്പോൾ കണ്ട സഞ്ജു വി സാംസൺ. ഓക്കെ, ആളുടെ അവസ്ഥ നിങ്ങൾ കണ്ടതാണ്. സ്ക്വാഡിൽ ഇല്ലായിരുന്നു, ലാസ്റ്റ് കിട്ടിയ അവസരം മുതലെടുത്ത്. പിന്നെ വിരാട് കോഹ്ലി. വിരാട് കോഹ്ലി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ അറിയാം, IPL എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് പുള്ളിക്ക് കപ്പ് കിട്ടിയത്, പക്ഷെ അവസാനം കിട്ടി. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയം എടുക്കുവാണേലും ഏറ്റവും അവസാനം എല്ലാം കൂടി നിങ്ങൾക്ക് ഫേവറായിട്ട് വരും. എല്ലാം മറ നീക്കിയിട്ട് നിങ്ങൾക്ക് ഫേവറായിട്ട് വരുന്ന ഒരു സമയം വരും, ഉറപ്പായിട്ടും വരും. പിന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ മെസ്സി എടുക്കുക. മെസ്സി എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഫിഫ വേൾഡ് കപ്പ് തൂക്കിയത്. അപ്പോൾ സത്യം പറഞ്ഞ ഇവരൊക്കെ നന്നായിട്ട് കളിക്കാത്ത കൊണ്ടോ അല്ലെങ്കിൽ ഇവർ ബെസ്റ്റ് ഇടാത്ത കൊണ്ടോ അല്ല. എന്താണ്, സമയമായിട്ടില്ല, അല്ലേ? സമയമായിട്ടില്ല. ആ, സമയമാകുമ്പോൾ എല്ലാം കൂടി ഒന്നിച്ചങ്ങ് കയറി വരും, എല്ലാം നമുക്ക് ഫേവർ ആയിട്ട് വരും. ഒരു എക്സാമ്പിൾ ഇവിടെ പറയാം. ഇപ്പൊ ഇതിപ്പോ ഇത് മാത്രമല്ലേ പറഞ്ഞത്, സ്പോർട്സ് മാത്രം പറഞ്ഞു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ബാക്കിയുള്ള, നിങ്ങൾ ഡി കാപ്രിയോ നല്ല നടനല്ലാഞ്ഞിട്ടാണോ പുള്ളിക്ക് ഇപ്പൊ നമ്മുടെ ഓസ്കാർ ഒക്കെ ലേറ്റ് ആയത്? അല്ല. എന്താണ്, ആ ഒരു പ്രോസസ്സ് ടൈം എടുക്കും. അത് മാത്രം ഓർത്താൽ മതി. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നോക്കാം. സമയമാകുമ്പോൾ എല്ലാം റെഡിയാവും. 2 സർക്കിൾ ഉണ്ട്, 2 സർക്കിൾ വിത്ത് സെന്റേഴ്സ് P&Q. ഓക്കെ, ഒരു സർക്കിൾ എന്നെ കൊണ്ട് മര്യാദക്ക് വരയ്ക്കാൻ പറ്റും, രണ്ടാമത്തെ നമുക്ക് നോക്കാം. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്ന, 2 സർക്കിൾ വിത്ത് സെന്റർ P&Q, റേഡിയസ് 6ഉം 4ഉം ആണ് റെസ്പെക്റ്റീവ്ലി. ടച്ച് ഈച്ച് അതർ ഇന്റേണലായിട്ട് ടച്ച് ചെയ്യാണ്. നോക്കാം, ചിലപ്പോൾ റെഡിയാവും. ഭാഗ്യം, റെഡിയായി. ഓക്കെ, ഇന്റേണലായിട്ട് ടച്ച് ചെയ്യുന്നു, കുഴപ്പമില്ല. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, ഇത് കുറച്ചുകൂടി വലുതാക്കണമായിരുന്നു ഉള്ളിലത്തെ സർക്കിൾ, തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം. ഫിഗർ കുറച്ചുകൂടി റെഡിയാക്കണമായിരുന്നു. ഞാൻ നോക്കട്ടെ, ചിലപ്പോൾ രണ്ടാമത് ഇനി വരച്ചു കഴിഞ്ഞാൽ അലമ്പാവും. വലിയ തരക്കേടില്ല. ഇന്റേണലായിട്ട് ടച്ച് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് എന്താ സംഭവിച്ചേ, പിയും ക്യൂവും ആണ് സെന്റർ. അപ്പോൾ ഒന്നാമത്തെ സെന്റർ ഇതാന്ന് വിചാരിക്കുക, അതായത് വലിയ സർക്കിളിന്റെ സെന്റർ, ഇത് ചെറിയ സർക്കിളിന്റെ സെന്റർ. ഓക്കെ, 6ഉം 4ഉം ആണ് റേഡിയസ്, ഇന്റേണലായിട്ട് ടച്ച് ചെയ്യുന്നു. ഇനി PQ എന്ന് പറയുന്ന ബൈസെക്ടർ, PQ, സോറി, ഇഫ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് PQ. ഓക്കെ, PQയിലോട്ടുള്ള പെർപെൻഡിക്കുലർ ബൈസെക്ടർ, PQയിലോട്ടുള്ള പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഓക്കെ, ശരിയാവൂല. ഓക്കെ, ഏകദേശം PQയിലോട്ടുള്ള പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ത് ചെയ്യുന്നു, വലിയ സർക്കിളിൽ എയിലും ബിയിലും ടച്ച് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ AB വാല്യൂ ആണ് ചോദിച്ചത്. ഓക്കെ, അതിനു മുമ്പ് ഇവിടം തൊട്ട് ഇവിടം വരെ നമുക്ക് 6 അല്ലേ? അതുപോലെ തന്നെ ഇവിടം തൊട്ട് ഇവിടം വരെ 6. വേറൊരു കാര്യം അറിയാം, ഇതാ ഇവിടം തൊട്ട് ഇവിടം വരെ 4. കാരണം എന്താ, ചെറിയ സർക്കിളിന്റെ റേഡിയസ്. അപ്പൊ നോക്കുക, ഇത് 6, നോക്കിക്കോണേ, ഇത് 6, ഇത് മൊത്തത്തിൽ 6, ഇത് 4 PQവിന്റെ ലെങ്ത് എത്രയായിരിക്കും, 2. ഇത് രണ്ടിനെ ബൈസെക്ട് ചെയ്യാണ്, ശരിയല്ലേ? രണ്ടിനെ ബൈസെക്ട് ചെയ്യുന്നുണ്ട്, കാരണം അത് ബൈസെക്ടർ ആന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 1 പെർപെൻഡിക്കുലർ ആന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് AB സുഖമായിട്ട് കണ്ടുപിടിച്ചൂടെ? അപ്പോൾ ഞാനിത് ഇങ്ങോട്ടേക്ക് വരയ്ക്കാന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് വരയ്ക്കാന്ന് വിചാരിക്കാം. ഇത് റേഡിയസ് 6ആണ്, അപ്പോൾ ഇത് 6, ഇത് 1 ആണ്. അപ്പം നമുക്ക് ഞാൻ ഈ പോയിന്റിന് O എന്ന് പറഞ്ഞെടുത്തു കഴിഞ്ഞാൽ Oയുടെ ലെങ്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം.
ഒയുടെ ലെങ്ത് എത്ര വരും? √6 -1 √35 എന്ന് പറഞ്ഞു വരും. ശരിയല്ലേ? √35 എന്ന് പറഞ്ഞു വരും. അങ്ങനെയാണെങ്കിൽ AB എത്ര വരും? 2 ടൈംസ് √35. ഫൈനൽ ആൻസർ.